ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ പരമേശ്വരനെ സ്തുതിച്ച സ്തുതിയാണ്. കൃഷ്ണ ഉവാച. കൃഷ്ണൻ പറഞ്ഞു, പരമേശ്വരനെ കണ്ടപ്പോൾ, മഹാദേവനെ കണ്ടപ്പോൾ കൃഷ്ണൻ സ്തുതിക്കുകയാണ്. ദേവദേവ ജഗന്നാഥ സർവഭൂതാർത്തിനാശന. ഹേ ദേവദേവ ജഗന്നാഥ, സർവജീവരാശികളുടെയും ആർത്തി തീർക്കുന്നവനെ. വിശ്വയോനേ സുരാരിഘ്ന നമസ്ത്രൈലോക്യ താരക നീലകണ്ഠ നമസ്തുഭ്യം ശൂലിനേ തേ നമോ നമ. വിശ്വയോനെ, വിശ്വത്തിൻ്റെ ഉദ്ഭവസ്ഥാനമേ. ദൈത്യനാശക, ദൈത്യന്മാരെ ഇല്ലാതാക്കുന്നവനെ, അസുരന്മാരെ ഇല്ലാതെയാക്കുന്നവനെ. ത്രൈലോക്യകാരക, ത്രൈലോക്യത്തിനും കാരണമായവനെ, ത്രൈലോക്യവും രചിക്കുന്നവനെ, അങ്ങേക്ക് നമസ്കാരം. ഹേ നീലകണ്ഠ, കഴുത്തിൽ നീല നിറത്തോടു കൂടിയവൻ, അങ്ങേക്ക് നമസ്കാരം. ഹേ ശൂലധാരിൻ, തൃശൂലം ധരിക്കുന്നവൻ, അങ്ങേക്ക് നമസ്കാരം. ശൈലജാവല്ലഭായാഥ യജ്ഞഘ്നായ നമോസ്തുതേ. ധന്യോഹം കൃതകൃത്യോഹം ദർശനാത്തവ സുവ്രത. ഹേ ശൈലജാവല്ലഭ, പാർവതീവല്ലഭ. ഹേ ദക്ഷയജ്ഞ വിനാശക, യജ്ഞത്തെ സംരക്ഷിക്കുന്നത് മാത്രമല്ല ഈശ്വരൻ ചെയ്യുന്നത്, യജ്ഞത്തെ നശിപ്പിക്കുകയും കൂടി ചെയ്യും. എന്തുദ്ദേശത്തോടു കൂടിയാണോ യാഗങ്ങൾ ചെയ്യുന്നത് എന്നതിനെ അനുസരിച്ചായിരിക്കും ഭഗവാൻ യാഗരക്ഷകനോ യാഗ വിനാശകനോ ആകുന്നത്. അതുകൊണ്ട് ഉദ്ദേശം വളരെ പ്രധാനമാണ്. ഹേ ദക്ഷയജ്ഞ വിനാശക, അങ്ങേക്ക് നമസ്കാരം. സുവ്രത, നല്ലതായിട്ടുള്ള വ്രതശീലമുള്ളവനെ, അങ്ങയെ ദർശിച്ചതുകൊണ്ട് തന്നെ ഞാൻ ധന്യനും കൃതകൃത്യനും ആയിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ പറയണത്. മഹാദേവനെ ദർശിച്ചതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ധന്യനും കൃതകൃത്യനും ആയിരിക്കുന്നു, ചെയ്യേണ്ടത് ചെയ്തവനും ആയിരിക്കുന്നു. ജന്മമേ സഫലം ജാതം നത്വാ തേ പാദപങ്കജം ബദ്ധോഹം സ്ത്രീമയൈ പാശൈ സംസാരേസ്മിൻ ജഗദ്ഗുരു. അങ്ങയുടെ പാദകമലം സ്മരിക്കയാൽ എൻ്റെ ജന്മം സഫലമായി. ജന്മമേ സഫലം ജാതം നത്വാ തേ പാദപങ്കജം. അങ്ങയുടെ പാദപങ്കജത്തെ നമസ്കരിക്കാൻ, പ്രത്യക്ഷനായി അങ്ങയെ കാണാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയ കാര്യം. അങ്ങയുടെ പാദകമലങ്ങളിൽ വീണു നമസ്കരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ എൻ്റെ ജന്മം സഫലമായി. ഹേ ജഗദ്ഗുരു, ഈ സംസാരത്തിൽ സ്ത്രീമയമായ പാശത്താൽ ഞാൻ ബദ്ധനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് അദ്ദേഹം സ്ത്രീമയമായ പാശത്താൽ ബദ്ധനാണ് എന്ന്. ശരണം തേദ്യ സംപ്രാപ്തോ രക്ഷണാർത്ഥം ത്രിലോചന സംപ്രാപ്യ മാനുഷം ജന്മ ഖിന്നോഹം ദുഃഖനാശന. ഹേ ത്രിലോചന, ഞാൻ ഇപ്പോൾ രക്ഷയ്ക്കു വേണ്ടി അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഹേ ദുഃഖനാശന, ഞാൻ മനുഷ്യജന്മം പ്രാപിച്ച് ദുഃഖിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് വ്യാസഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്, ഇതൊക്കെ മനുഷ്യജന്മങ്ങൾ ആണ്. ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണ പരമാത്മാവും ഒക്കെ മനുഷ്യജന്മമാണ്. അതുകൊണ്ട് മനുഷ്യനുള്ള ചില പരിമിതികൾ ഇവർക്കും ഉണ്ടാകും. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുകയാണ്, ഞാൻ മനുഷ്യജന്മം പ്രാപിച്ച് ദുഃഖിക്കുകയാണ്. ത്രാഹിമാം ശരണം പ്രാപ്തം ഭവഭീതം ഭവാധുന ഗർഭവാസേ മഹദ്ദുഃഖം പ്രാപ്തം മദനദാഹക. ഹേ ഭവഭീതനായി ശരണം പ്രാപിച്ച എന്നെ അങ്ങ് രക്ഷിക്കണം. ഹേ മദനാന്തക, കാമദേവനെ നശിപ്പിച്ചവനെ, ഗർഭവാസം മൂലം ഞാൻ ഒട്ടേറെ ദുഃഖിച്ചു. ജന്മതഃ കംസഭയജമനുഭൂതം ച ഗോകുലേ ജാതോഹം നന്ദഗോപാലോ വല്ലവാജ്ഞാകരസ്ഥത. ജനിച്ചപ്പോൾ മുതൽ കംസനെ ഭയപ്പെട്ടു, ഗോകുലത്തിൽ കഴിയേണ്ടി വന്നു. ജനിച്ചപ്പോൾ മുതൽ കംസനെ ഭയപ്പെട്ട് ഗോകുലത്തിൽ കഴിയേണ്ടി വന്നു. വല്ലവന്മാരുടെ ആജ്ഞാനുവർത്തിയായ ഗോപകുമാരനായും കഴിയേണ്ടി വന്നു. ഗോരജ കീർണകേശസ്തു ഭ്രമൻ വൃന്ദാവനേഘനെ മ്ലേച്ഛരാജഭയസ്ത്രസ്തോ ഗതോ ദ്വാരവതീം പുനഃ. മുടിയിലെല്ലാം പശുക്കൾ ചവിട്ടി തെറിപ്പിച്ച പൊടിയും അണിഞ്ഞ് നിബിഡമായ വൃന്ദാവനത്തിൽ ചുറ്റി നടന്നു. പിന്നൊരിക്കൽ മ്ലേച്ഛരാജാവായ യവനനെ ഭയപ്പെട്ട് ദ്വാരകയിലേക്ക് പോകേണ്ടി വന്നു. ത്യക്വാ പിത്ര്യം ശുഭം ദേശം മാധുരം ദുർലഭം വിഭോ
യയാതിശാപബദ്ധേന തസ്മൈ ദത്തം ഭയാദ്വിഭോ. വിഭോ, നന്മ നിറഞ്ഞതും ദുർലഭവും പൈതൃകവുമായ മധുരാപുരി വെടിഞ്ഞ് എനിക്ക് പോകേണ്ടി വന്നു. യയാതിയുടെ ശാപത്തെ ഭയപ്പെട്ട് രാജ്യം ഉഗ്രസേനന് നൽകി. രാജ്യം സുപുഷ്ടമപി ച ധർമ്മരക്ഷാപരേണ ച ഉഗ്രസേനസ്യ ദാസത്വം കൃതം വൈ സർവദാമയ. ആ രാജ്യം വളരെ സമ്പന്നമായിരുന്നു. ധർമ്മരക്ഷണത്തിൽ തൽപരനായ ഞാൻ സദാ അദ്ദേഹത്തിൻ്റെ ദാസഭാവം കൈക്കൊണ്ടു. അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒന്ന് ഓർത്തെടുക്കുകയാണ്. അതിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ എണ്ണി എണ്ണി അദ്ദേഹം മഹാദേവൻ്റെ സമക്ഷത്തിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കും ഇതുപോലെ തിരിഞ്ഞു നോക്കിയാൽ അവതരിപ്പിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ കാണും. അവയെല്ലാം ഭഗവത് സമക്ഷത്തിൽ സമർപ്പിക്കുകയാണ് വാസ്തവത്തിൽ വേണ്ടത് എന്ന് വ്യാസഭഗവാൻ ഈ സ്തുതിയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ തുടരുകയാണ്. രാജാസൗ യാദവാനാം വൈ കൃതോ ന പൂർവജൈ കില ഗാർഹസ്ഥ്യം ദുഃഖദം ശംഭോ സ്ത്രീവശ്യം ധർമ്മഖണ്ഡനം. ഞങ്ങളുടെ പൂർവികർ അദ്ദേഹത്തെ യാദവരുടെ രാജാവാക്കിയിരുന്നതാണല്ലോ. ഗാർഹസ്ഥ്യം എത്ര ദുഃഖപ്രദമാണ് ശംഭോ, അത് സ്ത്രീക്ക് വിധേയമായതാണ്. ഗാർഹസ്ഥ്യം സ്ത്രീക്ക് വിധേയമായതാണ്. അതിൽപ്പെട്ടവർക്ക് ധർമ്മം തെറ്റിക്കേണ്ടതായും വരും. പാരതന്ത്ര്യം സദാ ബന്ധോ മോക്ഷവാർത്താത്ര ദുർലഭ രുക്മിണ്യാസ്തനയാൻ ദൃഷ്ട്വാ ഭാര്യ ജാമ്പവതീ മമ. അത് പാരതന്ത്ര്യമാണ്. ഗാർഹസ്ഥ്യം പാരതന്ത്ര്യമാണ്, ബന്ധനമാണ്. മോക്ഷചിന്ത അതിൽ വളരെ ദുർലഭമാണ്. എൻ്റെ ഭാര്യയായ ജാമ്പവതി രുക്മിണിയുടെ പുത്രന്മാരെ കണ്ടിട്ട്, അങ്ങനെയാണ്, ഒന്ന് കാണുമ്പോഴാണ് വേറൊരാൾക്ക് അതേപോലെ ഒന്ന് വേണം എന്ന് ആഗ്രഹം ഉണ്ടാവുക. ഈ ജാമ്പവതി രുക്മിണി പുത്രന്മാരെ കണ്ടിട്ട് എന്ത് ചെയ്തു എന്നാണ്, എന്ത് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. പ്രേരയാമാസ പുത്രാർത്ഥം തപസേ മദനാന്തക സ്വകാമേന മയാ തപ്തം തപഃ പുത്രാർത്ഥമദ്യവൈ. ഹേ മദനാന്തക, പുത്രലാഭത്തിനായി തപസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചു. അതിനാൽ ഞാൻ സകാമനായി പുത്രലബ്ധിക്ക് വേണ്ടി തപസ് ചെയ്തു. സ്വന്തം ഇഷ്ടപ്രകാരം തപസ് ചെയ്തതല്ല, ജാമ്പവിക്ക് കൊച്ചുണ്ടാകാൻ വേണ്ടിയിട്ട് ജാമ്പവതി പ്രേരിപ്പിച്ചിട്ട് ഞാൻ തപസ് ചെയ്തതാണ്. ലജ്ജാഭവതി ദേവേശ പ്രാർത്ഥനായാം ജഗദ്ഗുരു കസ്ത്വാം ആരാധ്യ ദേവേശം മുക്തിദം ഭക്തവത്സലം. ഹേ ദേവേശ, ജഗദ്ഗുരു, പ്രാർത്ഥിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്. ഭക്തവത്സലനും മുക്തിപ്രദനും ദേവേശനുമായ അങ്ങയെ ആരാധിച്ചിട്ട് ആരാണ്, ഏത് മൂഢനാണ് പ്രസന്നനായ അങ്ങയോട് നശ്വരവും തുച്ഛവുമായതിനെ യാചിക്കുന്നത്? പ്രസന്നം യാചതേ മൂഢ ഫലം തുച്ഛം വിനാശീയത് സ്വയം മായാവിമൂഢാത്മാ യാചേ പുത്രസുഖം വിഭോ. ആരാണ് അങ്ങയുടെ മനോഹരമായ ഈ ദർശനം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുച്ഛവും നശ്വരവുമായിരിക്കുന്നതിനെ യാചിക്കുന്നത്? എങ്കിലും ഞാൻ മായാമോഹിത ചിത്തനായി വിഭോ പുത്രസുഖത്തെ യാചിക്കുന്നു. കാമിന്യാ പ്രേരിത ശംഭോ മുക്തിദം ത്വം ജഗത്പദേ ജാനാമി ദുഃഖദം ശംഭോ സംസാരം ദുഃഖസാധനം. ജഗത്പദേ, കാമിനീ പ്രേരിതനായിട്ടാണ് മുക്തിപ്രദനായ അങ്ങയോട് ഇത് യാചിക്കുന്നത്. അങ്ങയോട് ശരിക്കും ചോദിക്കേണ്ടത് മോക്ഷമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പരതന്ത്രനാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട്, മുക്തിപ്രദനായ അങ്ങയോട് ഇത് യാചിക്കുന്നത്. ശംഭോ, ഇത് ദുഃഖപ്രദമാണെന്ന് എനിക്കറിയാം. സംസാരം തന്നെ ദുഃഖോപായമാണല്ലോ. അനിത്യം നാശധർമാണം തഥാപി വിരതിർണമേ ശാപാൻ നാരായണാംശോഹം ജാതോസ്മിൻ ക്ഷിതിമണ്ഡലേ. അത് അനിത്യമാണ്. ഈ സംസാരം അനിത്യമാണ്, നാശധർമ്മങ്ങൾ നിറഞ്ഞതാണ്. എന്നിട്ടും അതിൽ എനിക്ക് വിരക്തി വന്നിട്ടില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ മഹാദേവനോട് പറയുകയാണ്, അതിൽ എനിക്ക് വിരക്തി വന്നിട്ടില്ല. നാരായണാംശജനായ ഞാൻ ശാപം നിമിത്തം ഭൂമിയിൽ ജനിച്ചു. ഭോക്തും ബഹുതരം ദുഃഖം മായാപാശേന യന്ത്രിത. മായാപാശബദ്ധനായി ഒട്ടേറെ ദുഃഖങ്ങൾ അനുഭവിക്കാൻ ഞാൻ ശാപം നിമിത്തം ഭൂമിയിൽ ജനിച്ചു. വ്യാസ ഉവാച. വ്യാസൻ പറഞ്ഞു,
ഇങ്ങനെ പറഞ്ഞ ഗോവിന്ദനോട്, ഇങ്ങനെ സ്തുതിച്ച ഗോവിന്ദനോട് മഹേശ്വരൻ മറുപടി പറഞ്ഞു. ഭഗവാൻ ഈ തപസ്സുകൊണ്ട് ആദ്യമേ പ്രീതനായിരുന്നു, ഈ സ്തുതി കൊണ്ട് അതിപ്രീതനായി തീർന്ന ഭഗവാൻ മഹേശ്വരൻ മറുപടി പറയുകയാണ്. ശത്രുനിഷൂദനായ വാസുദേവ, അങ്ങേക്ക് 16,050 പത്നിമാരിലായി അനേകം പുത്രന്മാർ ജനിക്കും. 16,000 ഭവിഷ്യതി ശതാർദ്ധകം. 16,050 പത്നിമാരിലായി അനേകം പുത്രന്മാർ ജനിക്കും. ഈ കണക്ക് 16,100, 16,000, 16,050 ഈ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എന്നേ അർത്ഥമാക്കണ്ടു. അവരിൽ അനേകം പുത്രന്മാർ ജനിക്കും. ഒരാളെ കൊണ്ട് തന്നെയുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പം മഹാദേവനോട് പറഞ്ഞത്. ഒരു ജാമ്പവതിയുടെ പ്രേരണ കാരണം ഞാൻ എത്ര കാലം തപസ്സനുഷ്ഠിക്കേണ്ടി വന്നു. എന്നിട്ടാണ് അങ്ങയെ പ്രത്യക്ഷനായി കണ്ടത്. പ്രത്യക്ഷനായി അങ്ങയെ കാണുമ്പോൾ മോക്ഷമാണ് ചോദിക്കേണ്ടത്. പക്ഷെ എനിക്കത് ചോദിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ പരതന്ത്രനാണ്, ഗൃഹസ്ഥനാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവ ബുദ്ധിമുട്ടേറിയതാണെന്നറിഞ്ഞാലും നിർവഹിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടല്ലയോ മഹാദേവ ഞാൻ പുത്രസുഖത്തെ ചോദിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനോട് മഹേശ്വരൻ പറയേണ്ടിയിരുന്നത്, എന്നാ ഒന്നിനെ പിടിച്ചോ, ഇനി നിനക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കാം എന്നല്ല പറഞ്ഞത്. മഹാദേവൻ പറഞ്ഞത് 16,000 ചെല്ലുവാനും ഭാര്യമാരിലായി അനേകം പുത്രന്മാർ ജനിക്കും. ഓരോരുത്തരിലും 10 പുത്രന്മാർ വീതം ജനിക്കും. കൃത്യം കണക്ക് പറയുകയാണ്. അവർ മഹാപരാക്രമികളുമായിരിക്കും. പ്രിയദർശനനായ ശങ്കരൻ ഇത്രയും പറഞ്ഞ് നിർത്തി. പ്രണമിച്ചുകൊണ്ട് നിൽക്കുന്ന മധുസൂദനനോട് അപ്പോൾ ഗിരിജാദേവി പറഞ്ഞു. മഹാദേവൻ ഒറ്റയ്ക്ക് വരികയില്ല. വന്നാൽ എപ്പോഴും അർദ്ധാംഗിനിയായ പകുതി ദേഹത്തിനുടയോളായ പാർവതീദേവിയും കൂടെ ഉണ്ടാകും. ഗിരിജാദേവി പറഞ്ഞു, മഹാബാഹുവായ ഹേ കൃഷ്ണ, ഈ സംസാരത്തിൽ അങ്ങ് ലോകത്തിലെ ഗൃഹസ്ഥന്മാരിൽ ശ്രേഷ്ഠനായി ഭവിക്കും. പിന്നെ 100 വർഷം കഴിയുമ്പോൾ ഹേ ജനാർദ്ദന, ബ്രാഹ്മണ ശാപത്താലും ഗാന്ധാരിയുടെ ശാപത്താലും അങ്ങയുടെ കുലം നശിക്കും. അങ്ങയുടെ പുത്രന്മാർ ശാപമോഹിതരായി പരസ്പരം യുദ്ധം ചെയ്ത് എല്ലാവരും നശിക്കും. പാർവതീദേവി അനുഗ്രഹിക്കുകയാണോ ശാപിക്കുകയാണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. പറയുകയാണ്, മഹാബാഹുവായ ഹേ കൃഷ്ണ, ഈ സംസാരത്തിൽ അങ്ങ് ലോകത്തിലെ ഗൃഹസ്ഥന്മാരിൽ ശ്രേഷ്ഠനായി ഭവിക്കും. അതെന്തായാലും അനുഗ്രഹം തന്നെയാണ്. പിന്നെ പറയുകയാണ്, 100 വർഷം കഴിയുമ്പം ബ്രാഹ്മണ ശാപത്താലും ഗാന്ധാരിയുടെ ശാപത്താലും അങ്ങയുടെ കുലം മുടിഞ്ഞു പോകുന്നു. എന്നിട്ടോ ഈ മക്കളെല്ലാം കൂടി തമ്മിൽ തല്ലി ചാകും, എല്ലാവരും നശിക്കും. അതുപോലെ മറ്റ് യാദവന്മാരും അങ്ങ് ജ്യേഷ്ഠനായ ബലരാമനോടുകൂടി ദേഹം ഉപേക്ഷിച്ച് സ്വർഗം പ്രാപിക്കും. വരാനിരിക്കുന്നതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട. അവശ്യം ഭവിക്കേണ്ടത് ഭവിക്കുക തന്നെ ചെയ്യും. അതിന് പരിഹാരം ഇല്ല. അതിനാൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. പാർവതീദേവി പറയുകയാണ്, അഷ്ടാവക്രൻ്റെ ശാപം മൂലം ഹേ മധുസൂദന, അങ്ങയുടെ ഭാര്യമാർ ഹേ കൃഷ്ണ അങ്ങ് മരിച്ചു കഴിയുമ്പോൾ കള്ളന്മാരാൽ അപഹരിക്കപ്പെടും. എത്ര സന്തോഷകരമായ വാർത്തയാണ് എന്ന് പറഞ്ഞിട്ട് ഉമയോടും ദേവന്മാരോടും കൂടി ശംഭു അന്തർധാനം ചെയ്തു. അനുഗ്രഹിക്കുകയാണോ ശപിക്കുകയാണോ ചെയ്തത് എന്ന് നമുക്ക് ഒരു പിടിയുമില്ല. ഉപമന്യുവിനെ പ്രണമിച്ചിട്ട് കൃഷ്ണനും ദ്വാരകയിലേക്ക് പോയി. അതുകൊണ്ട് രാജാവേ, ബ്രഹ്മാദി ദേവന്മാർ ഈശ്വരന്മാരാണെങ്കിലും മായാതരംഗങ്ങളാൽ ചാഞ്ചാടുന്ന മനസ്സോടുകൂടിയവരും ആ മായയ്ക്ക് വിധേയരുമായി മരപ്പാവകൾ പോലെ സ്ഥിതി ചെയ്യുന്നവരാണ് എല്ലാവരും. ആരും അതിന് അതീതരല്ല. കഴിഞ്ഞ ഓരോ ജന്മത്തിലും ചെയ്യുന്ന കർമ്മഫലത്തിന് അനുരൂപമായി ഓരോരുത്തരെയും പരബ്രഹ്മസ്വരൂപിണിയായ മായ സദാ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രീഭഗവതിയിൽ ഒരിക്കലും ഭേദബുദ്ധിയോ നിർഘൃണതയോ കാണുകയില്ല. ദേവിക്കൊരിക്കലും ഒരാളോട് വിരോധമോ പക്ഷപാതമോ ഒന്നും ഉണ്ടാവില്ല. ഓരോ ജീവനും മോക്ഷം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഭുവനേശ്വരി ശ്രമിക്കുന്നത്. അവൾ ചരാചരാത്മകമായ ഈ ജഗത്ത് സൃഷ്ടിക്കുന്നില്ലെങ്കിൽ മായാവിധേയമായ ഈ വിശ്വം മുഴുവൻ എന്നും ജഡാത്മകമായി തന്നെയിരിക്കും. അവളുടെ സൃഷ്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറും ജഡം മാത്രം. അതുകൊണ്ട് അവൾ കാരുണ്യത്തോടുകൂടി സമസ്ത ജീവജാലങ്ങളെയും സൃഷ്ടിച്ച്
അവയെ കർമ്മനിരതരാക്കാൻ പ്രേരിപ്പിക്കുകയാണ് എന്ന് തീർച്ചപ്പെടുത്താം. അതിനാൽ ബ്രഹ്മാദി ദേവന്മാർ മോഹിച്ചതിൽ സംശയിക്കേണ്ടതില്ല. മായയിൽ നിപതിച്ചവരും അതിന് അധീനരുമാണ് സുരന്മാരും അസുരന്മാരും എല്ലാം. അപ്പം പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതായിട്ടില്ല, അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സ്വേച്ഛാനുരൂപം ചരിക്കുകയും വിഹരിക്കുകയും ചെയ്യുന്ന ആ ദേവി മാത്രമാണ് സ്വതന്ത്ര. സ്വേച്ഛാനുരൂപം, ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ച് ചരിക്കുകയും വിഹരിക്കുകയും സഞ്ചരിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന ആ ദേവി മാത്രമാണ് സ്വതന്ത്ര. അതുകൊണ്ട് രാജാവേ, ഏതു വിധത്തിലും ആ മഹേശ്വരിയെ സേവിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് അന്യമായിട്ടോ, ഈ ഭുവനേശ്വരിയെ സേവിക്കുന്നതിൽ നിന്ന് അന്യമായിട്ടോ അധികമായിട്ടോ മുപ്പാരിലും ഒന്നുമില്ല, 3 ലോകത്തിലും വേറൊന്നുമില്ല. ആ പരാശക്തിയുടെ പാദസ്മരണ മാത്രമാണ് പരമമായ ജന്മസാഫല്യം. കാരണം അവളാണ് ലക്ഷ്യം. നമ്മളെല്ലാം പരതന്ത്രരാണ് എങ്കിൽ, സ്വാതന്ത്ര്യമില്ലാത്തവൾ ആണ് എങ്കിൽ, അവൾ മഹാസ്വാതന്ത്ര്യ സ്വരൂപിണിയാണ്. ഇവിടെയൊക്കെ നമുക്ക് ശുദ്ധ ശാക്തേയവാദത്തിൻ്റെ ദർശനം കാണാം. ശുദ്ധ ശാക്തേയവാദത്തിൽ ദേവി ഒരു രീതിയിലും പരതന്ത്രയല്ല, പരിപൂർണ സ്വതന്ത്രയാണ് ദേവി. ആ ദേവിയെയാണ് സ്മരിക്കേണ്ടത്. നാദ പരതരം കിഞ്ചിദധികം ഭുവനത്രയേ ഏതദ്ധി ജന്മസാഫല്യം പരാശക്തേ പദസ്മൃതി. ആ ദേവിയുടെ പാദപത്മങ്ങളെ സ്മരിക്കുക എന്നുള്ളത് തന്നെയാണ് പരമമായ ജന്മസാഫല്യം. ഈ ഭഗവതിയെ സേവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഈ ലോകത്ത് വേറെ യാതൊന്നും തന്നെ ഇല്ല. ദേവി കുലദേവതയായിട്ടില്ലാത്ത കുലത്തിൽ ജന്മമുണ്ടാവാതിരിക്കട്ടെ. ഞാനാണ് ദേവി, ഞാൻ ആ ദേവിയിൽ നിന്ന് അന്യനല്ല, ഞാൻ ബ്രഹ്മമാണ്, എനിക്ക് ദുഃഖമില്ല. ഇങ്ങനെ നിത്യയായ ജഗദംബയെ അഭേദബുദ്ധിയോടെ ചിന്തിക്കണം. ഇവിടെ നമുക്ക് ജപിക്കുവാനും മനനം ചെയ്യുവാനും ഒരു അർദ്ധശ്ലോകത്തെ വേദവ്യാസൻ പറഞ്ഞു തരികയാണ്. പരമമായ തലത്തിലേക്ക് നമ്മളെ ചെന്ന് കൊണ്ടെത്തിക്കുവാൻ ശക്തിയുള്ള ഒരു അർദ്ധശ്ലോകം, പകുതി ശ്ലോകം. ഇത് ജപിക്കുകയും ആകാം, അർത്ഥമനനം ചെയ്യുകയും ആകാം. എന്താണ് ആ ശ്ലോകം? അഹം ദേവീ ന ചാന്യോസ്മി ബ്രഹ്മൈവാഹം ന ശോകഭാഗ്. ഞാൻ ദേവിയാണ്, ഞാൻ ആ ദേവിയിൽ നിന്ന് അന്യനല്ല. ന ചാന്യോസ്മി, അഹം ദേവി, ഞാൻ ദേവിയാണ്. ന ചാന്യോസ്മി, ഞാൻ വേറൊന്നുമല്ല. ബ്രഹ്മൈവാഹം, ഞാൻ പരമമായ പൊരുളാണ്. ന ശോകഭാഗ്, എനിക്ക് ദുഃഖമില്ല. അപ്പോൾ ഇത് നമുക്ക് നിരന്തരമായിട്ട് ഈ ശ്ലോകം കാണാതെ പഠിച്ചിട്ട് നിരന്തരമായിട്ട് ഓർമ്മ വരുമ്പോഴെല്ലാം ജപിക്കാം. ഇതിൻ്റെ അർത്ഥം മനനം ചെയ്യാം. ഈ അർത്ഥം ഉണർത്തുന്ന അഭിമാനത്തിൽ കുറച്ച് നേരത്തേക്കാണെങ്കിലും സ്ഥിതി ചെയ്യാം. അങ്ങനെ സ്ഥിതി ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാവുകയും ചെയ്യാം. അങ്ങനെ സ്ഥിതി ചെയ്തിട്ട് ആ സ്ഥിതിയെക്കുറിച്ചിട്ടുള്ള അവയർനെസ്, തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ഇങ്ങനെ നിത്യയായ ജഗദംബയെ അഭേദബുദ്ധിയോടെ ചിന്തിക്കണം. അവൾ വേറെ ആരുമല്ല. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൂരെ എവിടെയെങ്കിലുമല്ല. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഉള്ളതാണ്. അത് കണ്ടെത്തേണ്ടതാണ്. പാരതന്ത്ര്യം അനുഭവിക്കുന്ന നമ്മിൽ ഓരോരുത്തരിലും ഈ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നാം കണ്ടെത്തേണ്ടതാണ്. താൽക്കാലികമായിട്ടെങ്കിലും നൈമിഷികമായിട്ടെങ്കിലും ഈ ഒരു അഭേദ ഭാവനയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണെങ്കിൽ വളരെ 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 ശ്രേഷ്ഠമായിരിക്കും. ഞാനാണ് ദേവി, ഞാൻ ദേവിയല്ലാതെ വേറൊന്നുമല്ല, ഞാനാണ് പരമമായത്, എനിക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖവും ഇല്ല. അഹം ദേവീന ചാന്യോസ്മി ബ്രഹ്മൈവാഹം ന ശോകഭാഗ്. ഇങ്ങനെ നമ്മൾ അഭേദ ബുദ്ധിയോടുകൂടി ചിന്തിക്കണം. ഗുരു ഉപദേശിക്കുന്ന വേദാന്താദികൾ കേട്ട് ശരിക്കും അറിഞ്ഞിട്ട് ദിവസവും ഏകാഗ്രമനസ്കനായി ആ ദേവിയെ ആത്മസ്വരൂപിണിയായി ഭാവന ചെയ്യണം. അതുകൊണ്ട് മുക്തനായി തീരാം. വേറെ കോടി കർമ്മങ്ങൾ ചെയ്താലും പ്രയോജനമില്ല. ഈ ഒരു അഭേദ ഭാവനയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതു പ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല. ഈ അഭേദ ഭാവനയാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്.
ഭേദാഭേദ തലങ്ങളിലൂടെ ഈ അഭേദ തലത്തിൽ എത്തിച്ചേരുവാനാണ് സകലരും ആഗ്രഹിക്കേണ്ടത്. ദേവി എന്ന് പറയുന്നത് ദൂരെ എവിടെയെങ്കിലും ഇരിക്കുന്നതല്ല. ഇത് ഉറപ്പിച്ച് മനസ്സിലാക്കണം, എന്നിട്ട് ആ തലത്തിൽ നിലകൊള്ളണം. അദ്ദേഹം തുടരുകയാണ്. ശ്വേതാശ്വതരൻ തുടങ്ങി നിർമ്മലചിത്തരായ മഹർഷിമാരെല്ലാം ആ ആത്മസ്വരൂപിണിയെ ഹൃദയത്തിലറിഞ്ഞ് ഭവബന്ധനത്തിൽ നിന്ന് മുക്തരായവരാണ്. ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയവരും അതുപോലെ ഗൗരി, ലക്ഷ്മി തുടങ്ങിയവരും സച്ചിദാനന്ദരൂപിണിയായ അവളെ തന്നെയാണ് ഉപാസിക്കുന്നത്. എല്ലാവരും ആ ദേവിയെ തന്നെയാണ് ഉപാസിക്കുന്നത്. രാജാവേ, നിഷ്പാപനായ അങ്ങ് പ്രാപഞ്ചിക താപത്തെ ഭയപ്പെട്ട് ചോദിച്ചതിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. വീണ്ടും അങ്ങ് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത്യുത്തമമായ ഈ കഥ ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് അത്ഭുതാവഹവും സർവപാപനാശകവും പുണ്യവുമായ പുരാണമാണ്. ആരാണോ വേദതുല്യമായ ഈ പുരാണ കഥ നിത്യവും ശ്രവിക്കുന്നത്, അവൻ സകല പാപങ്ങളിൽ നിന്നും മുക്തനായി ദേവിയുടെ ലോകത്ത് മോദിക്കും. ദേവിയുടെ ലോകം സ്വതന്ത്ര ലോകം, അവിടെ മോദിക്കും. ഇത് മുഴുവൻ കേൾക്കണം എന്നില്ല, ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം കേട്ടാലും മതി. കടൽ വെള്ളത്തിൻ്റെ രുചിയറിയുവാൻ കടൽ മുഴുവൻ കുടിച്ചു വറ്റിക്കണമെന്നില്ല, അതിന് കുറച്ച് വെള്ളമെടുത്ത് രുചിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇതിൽ ഓരോ കഥ പറഞ്ഞു കഴിയുമ്പോഴും പറയുന്നത്, ഇത് കേട്ടാൽ മതി, ഇത് മനനം ചെയ്താൽ മതി, നിങ്ങൾക്ക് പരമമായ ഗതി ഉണ്ടാകും. സൂത ഉവാച, സൂതൻ പറഞ്ഞു, വിസ്തരിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന വ്യാസനിൽ നിന്നാണ് അഞ്ചാമത്തെ വേദമായ ശ്രീമദ് ഭാഗവതമെന്നു പേരുള്ള ഈ പുരാണം ഞാൻ കേട്ടുപഠിച്ചത്. ഇത് അഞ്ചാമത്തെ വേദമായിട്ടാണ് സൂതൻ അവതരിപ്പിക്കുന്നത്. വേദവ്യാസ ഭഗവാൻ ഇത് അഞ്ചാമത്തെ വേദമാണെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു, ഞാനത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. ഇവിടെ ശ്രീ ദേവീ ഭാഗവതം 4-ാം സ്കന്ധത്തിലെ 25-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. 4-ാമത്തെ സ്കന്ധവും ഇവിടെ അവസാനിക്കുന്നു. ഇതി ശ്രീ ദേവീ ഭാഗവതേ ചതുർത്ഥസ്കന്ധേ പഞ്ചവിംശോധ്യായ. 25-ാമത്തെ അധ്യായത്തോടൊപ്പം ഈ 4-ാമത്തെ സ്കന്ധവും അവസാനിക്കുകയാണ്. സമാപ്തോയം ചതുർത്ഥസ്കന്ധ.